വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമുക്ക് ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 4 തക്കാളി, 2 വലിയ സവാള, 2 പച്ചമുളക്, പട്ട, ഗ്രാമ്പു, 2 ഏലക്ക, തക്കോലം, കുറച്ച് പുതിന ഇല, കുറച്ച് മല്ലിയില, ഒലീവ് ഓയിൽ. പിന്നെ മസാല ഐറ്റംസ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 2 ടീസ്പൂൺ ജീരകം, ഇവയൊക്കെയാണ്. പിന്നെ സവാളയും തക്കാളിയും, സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, തക്കാളി മിക്സറിലിട്ട് ജ്യൂസാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് മസാലാസ് എല്ലാം ഇട്ടതിന് ശേഷം പച്ചമുളകും ജീരകവും ഏലക്ക എല്ലാം ആഡ് ചെയ്ത് കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് ഒന്ന് വഴറ്റുക. സവാളയുടെ നിറം ഒരു ബ്രൗണിഷ് ആകുന്നത് വരെ ഒന്ന് വഴറ്റി, ആ സമയത്ത് വേണമെങ്കിൽ ഉപ്പും നമുക്ക് ആഡ് ചെയ്ത് വഴറ്റാം. സവാളയുടെ നിറം ഒന്ന് മാറിയതും ഞാൻ കുറച്ച് പുതിന ഇലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പേസ്റ്റ് ചെയ്തായി വച്ചേക്കുന്ന ആ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ റെഡ് ചില്ലി, ടർമറിക്, ഗരം മസാല, ജീരകം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം വച്ചിരിക്കുന്നതും ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെയും ആ ഒരു പച്ചമണം ഒന്ന് പോയി നല്ലൊരു ഫ്ലേവർ വരുന്നത് വരയ്ക്കും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വേണമെങ്കിൽ കാശ്മീരി ചില്ലി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു കളറിനും വേണമെങ്കിൽ. ഞാനിവിടെ കാശ്മീരി ചില്ലി യൂസ് ചെയ്തിട്ടില്ല. എല്ലാം ഒന്ന് നന്നായി ഒതുക്കി ആ പച്ച ടേസ്റ്റൊക്കെ പോകുന്നത് വരയ്ക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിരാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് 2 കപ്പ് വെള്ളത്തിന് 2 കപ്പ് ബസ്മതി അരിക്ക് 4 കപ്പ് വെള്ളം നമുക്ക് ആ സമയം മറ്റൊരു പാത്രത്തിൽ നന്നായിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ ടൊമാറ്റോ ഗ്രേവി വന്നിട്ട് ഏകദേശം ഒരു തിക്കൻഡ് സ്റ്റേറ്റിലായി വരും. വേണമെങ്കിൽ ചോറ് അരി നമുക്ക് പറ്റിച്ചേരാതെ വരണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഓപ്ഷണലാണ് ഒരു ലെമൺ ജ്യൂസ്, ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് കൂടെ സ്ക്യൂസ് ചെയ്ത് ടൊമാറ്റോ പേസ്റ്റിലോട്ട് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് വച്ചേക്കുന്ന വെള്ളം ആ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ കുതിരാൻ വെച്ചിരുന്ന ആ ബസ്മതി റൈസ് ആ വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല തിളച്ച വെള്ളത്തിൽ മാത്രമേ അരി ആഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ അരി ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കാതെ ഒറ്റയായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ ചേർന്ന് കുഴഞ്ഞ് ഒരു സ്റ്റിക്കി സ്റ്റേജിലായിരിക്കും നമുക്ക് വെന്ത് വരുമ്പോൾ കിട്ടുക. ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ സ്റ്റേജിൽ ഉപ്പ് നമ്മൾ ഈ സൈഡിൽ ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഉപ്പ് കുറച്ച് മുന്നിലായിട്ട് നിൽക്കണം. എന്നാലേ ചോറ് നമുക്ക് വെന്ത് വരുമ്പോഴത്തേക്കും ഉപ്പും അതിൻ്റെ ടേസ്റ്റും ഒക്കെ ഒരു കറക്റ്റ് ഇതായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് തീ കുറച്ച് വെച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് പാൻ ഓപ്പൺ ചെയ്ത് ചോറൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ സൈഡും ഒരേമാതിരി വെന്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫുള്ളും കുക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ വെള്ളമെല്ലാം വറ്റി റൈസ് നല്ല വെന്ത് നല്ല ഒരു പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. വെന്ത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയും, അത് പാത്രം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല മണമാണ്. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിന ഇലയും ലാസ്റ്റ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി. കുറച്ച് മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യുക. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.